Good morning, my dears. Today our topic opening an account, that is the fixed deposit. Last topic we discussed what are the different types of accounts. Different types of accounts. First one is savings bank account, second one is current bank account, current account, then fixed deposit and recurring deposit. These 4 deposits ne kurichitana padikkanullathu. Appo adile സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചും അതേപോലെ തന്നെ കറണ്ട് അക്കൗണ്ടിങ്ങിൻ്റെ ഓപ്പണിംഗ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് തേർഡ് വൺ ഈസ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. എന്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്? അപ്പോൾ ഇവിടെ പഠിക്കുന്നത് ഓരോ ഡെപ്പോസിറ്റിനെ കുറിച്ചും വ്യക്തമായിട്ട് പഠിക്കുകയും ആ ഡെപ്പോസിറ്റിൻ്റെ അഡ്വാൻറ്റേജസ് അതേപോലെ തന്നെ എങ്ങനെയായിരിക്കും ഓരോ ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളും ആരംഭിക്കുന്നത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, ഇതിനെക്കുറിച്ചൊക്കെ അറിയാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്. ദെൻ അതിൽ തേർഡ് വൺ ഈസ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. Fixed deposit are also known as term deposit, are repayable by the bank on the expiry of a specific period. ഒരു കുറച്ച് കാലയളവിലേക്ക്, ദീർഘകാലയളവിലേക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ് ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടേം ഡെപ്പോസിറ്റ്. കറണ്ട് ഡെപ്പോസിറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നത് അതൊരു ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണെന്നാണ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ നമുക്ക് ക്ലിയർ ചെയ്തു തരുന്ന അക്കൗണ്ടാണ് ഇത് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആർ ഓൾസോ നോൺ ആസ് term deposit are payable by the bank on the expiry of a specific period. ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് വേണ്ടിയിട്ട്, കുറച്ച് ദീർഘകാലയളവിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫിക്സഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ പേഴ്സൺ ഡെപ്പോസിറ്റ് എ സ്പെസിഫിക് എമൗണ്ട് ഫോർ 3 years, ദ എമൗണ്ട് ഈസ് റീപേബിൾ ആഫ്റ്റർ ദ സ്പെസിഫിക് പീരീഡ്. അതായത് ഒരു 3 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ഓപ്പൺ ചെയ്യുന്നത് വെച്ചാൽ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എമൗണ്ട് തിരിച്ചു കൊടുക്കാം, അതിൻ്റെ ഇൻട്രസ്റ്റോടുകൂടി തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ക്യാഷ് ബാലൻസ് വളരെ സേഫായിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഇൻട്രസ്റ്റ് റേറ്റോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നൊരു ഡെപ്പോസിറ്റ് സ്കീം കൂടിയാണ് ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. And then as the repayment is known in advance, the bank can utilize the amount profitably and hence they have high rate of interest. Usually the rate of interest depends on the period of deposit and amount. അഡ്വാൻറ്റേജസ് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇത്തരത്തിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ആരംഭിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ആർ ദി അഡ്വാൻറ്റേജ്, എന്തെങ്കിലും ബെനിഫിറ്റ് വേണ്ടേ? ദെൻ അതിൽ ഫസ്റ്റ് വൺ ഈസ് സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, സെക്കൻഡ് വൺ ഈസ് ഹൈ ഇൻകം, തേർഡ് വൺ ഈസ് ഈസി ഓപ്പണിംഗ് ആൻഡ് ഫോർത്ത് വൺ ഈസ് പ്രിമേച്ചർ വിഡ്രോവൽ, ലോൺ ഫെസിലിറ്റി. ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. മറ്റുള്ള ഡെപ്പോസിറ്റിനെ സംബന്ധിച്ചിടത്തോളം, അതായത് സേഫായിട്ടുള്ള ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിലുള്ളൊരു പൈസ സേഫായിട്ട് നമുക്ക് ഫിക്സഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ അവിടെ നമുക്ക് റിസ്ക് ഫാക്ടർ കുറവാണ്, കാരണം ബാങ്കിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അത് സേഫാണ്. വേറെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ ഒരുപാട് നമുക്ക് നഷ്ടം സംഭവിക്കാം, ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ റിട്ടേൺ ഉണ്ടാവാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് പ്രോബബ്ലി നമ്മുടെ റിസ്ക് ഫാക്ടർ വളരെ കുറവാണ്, റിസ്ക് കുറവാണ്. മാത്രമല്ല അത് എന്ത് ചെയ്താൽ മതി, അത്രയും പീരീഡ് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് റിട്ടേൺ ആയിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റോട് കൂടി തിരിച്ചു കിട്ടുകയും ചെയ്യും. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, particularly by people who are reluctant to take risk by investing huge amount in shares, real estate, etc. സാധാരണ രീതിയിൽ കസ്റ്റമേഴ്സിന് റിയൽ എസ്റ്റേറ്റുകളിലോ ബിസിനസ്സുകളിലോ ഷെയർസുകളിലോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പേടിയാണ്, കാരണം അത് നഷ്ടപ്പെടും, റിസ്ക് ഫാക്ടറാണ്. അത്തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് നമ്മുടെ എമൗണ്ട് വളരെ സേഫായിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഏരിയയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് ദാറ്റ് ഈസ് എ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് ദ ബെസ്റ്റ് ചോയ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിസ്ക് അവേർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ റിസ്ക് എടുക്കാനായിട്ട്, റിലക്റ്റൻറ്റ് ടു റിസ്ക് ഏറ്റെടുക്കാനായിട്ട് തയ്യാറില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്ന് പറയുന്നത് ഏതായിരിക്കും? ദെൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഹൈ ഇൻകം. Then, since the rate of interest is high as compared to savings deposit, people consider this is very important and high income earning investment. Comparatively,
ഏതൊരു ഡെപ്പോസിറ്റിനേക്കാളും, അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന നമുക്കറിയാവുന്ന ഡെപ്പോസിറ്റ് ഏതൊക്കെയാണ്? സേവിങ്സ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിക്കറിങ് ഡെപ്പോസിറ്റ്, ഇതൊക്കെയാണ് ഹോം സേഫ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഇതിലൊക്കെ വെച്ച് കമ്പാരിറ്റീവ്ലി ഏറ്റവും ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡെപ്പോസിറ്റ് സ്കീമാണ് ഇത്. Then fixed deposit, so it provides high income to the customers. Since the rate of interest is high as compared to savings deposit, people consider this is very important and high income earning investment. And then third one is easy opening. Easy opening, it is very easy to open a fixed deposit account. This procedure is very simple. Easy opening, it is very easy to open a fixed deposit account. The procedure is very simple. Comparatively, current account ആണെങ്കിലും മറ്റുള്ള ജോയിൻ്റ് അക്കൗണ്ടൊക്കെ ആരംഭിക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ റിസ്ക് ആണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഫിക്സഡ് ഡെപ്പോസിറ്റിന് പ്രൊസീജിയേഴ്സ് വളരെയധികം കുറവാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി സിമ്പിളായിട്ട് ആരംഭിക്കാൻ പറ്റാവുന്ന ഒരു അക്കൗണ്ടാണ് ഏത്? ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഈസി ഓപ്പണിംഗ്, ഇറ്റ് ഈസ് വെരി ഈസി ടു ഓപ്പൺ എ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ദ പ്രൊസീജിയർ ഈസ് വെരി സിമ്പിൾ. Then fourth one is premature withdrawal. The depositor can withdraw the amount before the maturity date in case of emergency, provided the customer is ready to forego a part of the interest due. Premature withdrawal. The depositor can withdraw the amount before the maturity date. മെച്യൂരിറ്റി ഡേറ്റ് ആവുന്നേക്കാൾ മുൻപ് തന്നെ നമുക്ക് വേണമെങ്കിൽ അത് വിഡ്രോ ചെയ്യാം. ഇൻ കേസ് ഓഫ് എമർജൻസി പ്രൊവൈഡഡ് ദ കസ്റ്റമർ ഈസ് റെഡി ടു ഫോർഗോ എ പാർട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഡ്യൂ. അതായത് മുൻകൂട്ടി നമ്മൾ പിൻവലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാവുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക? അത് പിൻവലിക്കേണ്ടി വരിക. പറഞ്ഞ കാലാവധിക്ക് മുൻപായിട്ട് പിൻവലിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. പക്ഷേ പിൻവലിക്കുമ്പോൾ എന്ത് ശ്രദ്ധിച്ചിരിക്കണം? നമുക്ക് അതിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ 9 പോയിൻറ്റ് സംതിങ് ഒക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് വെച്ചാൽ ആ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാതെ പോവുകയാണ് ചെയ്യാം. ദെൻ ഫിഫ്ത്ത് പോയിൻ്റ് ഈസ് ലോൺ ഫെസിലിറ്റി. Then the depositor can avail loan against fixed deposit in case of emergency requirements. അവിടെ പറയുന്നത് ദ ഡെപ്പോസിറ്റർ ക്യാൻ അവെയിൽ ലോൺ അഗെയിൻസ്റ്റ് ദ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ കേസ് ഓഫ് എമർജൻസി റിക്വയർമെൻറ്റ്. ചില എമർജൻസി സിറ്റുവേഷൻസിലെ കസ്റ്റമർക്ക് വേണമെങ്കിൽ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആവും. ലോൺ ഫെസിലിറ്റി എങ്ങനെ അവൈലബിൾ ആവുക? കാരണം ഈ ഡെപ്പോസിറ്റ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചുകൊണ്ട് അതിന് സെർട്ടീൻ പെർസെൻറ്റേജ്, ഇപ്പോൾ നമുക്കൊരു 7% ഒക്കെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ സാധാരണ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 9% ഒക്കെ ഇൻട്രസ്റ്റിൽ നമുക്ക് എന്തെടുക്കാനായിട്ട് സാധിക്കും? ലോൺ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് ഓൾസോ നോൺ ആസ്, ഫിക്സഡ് ഡെപ്പോസിറ്റിനെ നമ്മൾ എന്ത് പറയുന്നു? വേറൊരു ടേം എന്താണ്? ഇറ്റ് ഈസ് എ ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നു. ആർ പേയബിൾ ബൈ ദ ബാങ്ക് ഓൺ ദ എക്സ്പയറി ഓഫ് എ സ്പെസിഫിക് പീരീഡ്. കുറച്ച് കാലത്തേക്ക് വേണ്ടി, കാലം കഴിഞ്ഞതിന് ശേഷം മാത്രം എക്സ്പയറി ആവുള്ളൂ എന്നുള്ള കണ്ടീഷൻ മേൽ കസ്റ്റമർക്ക് അനുവദിച്ചു കൊടുക്കാവുന്ന ഒരു ഡെപ്പോസിറ്റ് സ്കീമാണ് ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. Then usually the rate of interest depends on period of deposit and the amount. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്, കമ്പാരിറ്റീവ്ലി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. പക്ഷേ ഏത് കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് അവിടെ ഇൻട്രസ്റ്റ് കിട്ടുക ഫ്യൂച്ചറിൽ? അതായത് എത്ര കാലയളവിലേക്കാണത് ഡെപ്പോസിറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് എന്ന് കൂടെ നോക്കിയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? അതിൻ്റെ ഇത് അവൈലബിൾ ആവുക, ഇൻട്രസ്റ്റ് അവൈലബിൾ ആവുക. Then next topic is rate of interest on fixed deposit. Rate of interest on fixed deposit. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓൺ വിച്ച് ദ ബാങ്ക്സ് ആക്സെപ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആർ റെഗുലേറ്റഡ് ബൈ RBI. Fixed deposit are classified into various categories with varying periods of maturity starting from 15 days. It is known as different names in different banks. Rate of interest is usually from the lowest to the highest rate, the shortest to longest deposit. അതായത് RBIയുടെ നിർദ്ദേശപ്രകാരം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് സാധാരണ രീതിയിൽ അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓൺ വിച്ച് ദ ബാങ്ക്സ് ആക്സെപ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആർ റെഗുലേറ്റഡ് ബൈ RBI. RBIയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ്, ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനും അതേസമയം തന്നെ ആ ഡെപ്പോസിറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം തന്നെ ഫിക്സ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. Then interest on fixed deposit is payable the fixed rate on maturity of the deposit.
But at the request of the depositor, banks usually give interest monthly, quarterly or half yearly. Then under the new scheme of reinvestment plans, customers get the benefit of compound interest. Then അവിടെ പറയുന്നത് കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം ബാങ്കർക്ക് വേണമെങ്കിൽ മന്ത്ലി ആയിട്ട് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാം, ക്വാർട്ടേർലി ആയിട്ടോ ഹാഫ് ഇയർലി ആയിട്ടോ ഇയർലി ആയിട്ടോ ഒക്കെ എന്ത് പ്രൊവൈഡ് ചെയ്യാം, ഇൻട്രസ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് കസ്റ്റമർക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. മാത്രമല്ല അണ്ടർ ദി ന്യൂ സ്കീം ഓഫ് റീഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ്, അതായത് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന റീഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ പ്രകാരം കസ്റ്റമേഴ്സ് ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നമ്മൾ പിൻവലിക്കാത്ത പക്ഷം ആ എമൗണ്ട് കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് പ്രകാരം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വർഷം ഒരു സിമ്പിളായിട്ട് പറയാൻ 1 lakh rupees ഡെപ്പോസിറ്റ് ചെയ്തു, നമുക്ക് കിട്ടുന്നൊരു 7% ആണ്, 7,000 ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണു, നെക്സ്റ്റ് ഇയറിലേക്കും അതെന്ത് ചെയ്യുന്നു, അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ദെൻ നമ്മുടെ 1,07,000 ആയിട്ട് നമ്മുടെ എമൗണ്ട് മാറുന്നു. നെക്സ്റ്റ് ഇയറിൽ നമ്മളതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, 1,07,000 ഇടാം. ദെൻ ആ ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടാണ് അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഒരു കോമ്പൗണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രകാരമാണ് അത് പ്രൊവൈഡ് ചെയ്യുക. വെച്ചാൽ ചിലപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് റീ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രകാരം അങ്ങനെയും ചെയ്യാറുണ്ട്. A banker is not bound to accept surrender of the deposit before its maturity date. However, in practice, the banker accepts such a request and makes payment on the amount due even before the date of maturity. But the rate of interest is reduced as per the instructions of RBI. A banker is not bound to accept surrender of the deposit. അതായത് ചില സിറ്റുവേഷൻസിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് പിൻവലിക്കാനായിട്ട് കാലാവധി എത്തുന്നതിന് മുൻപ് തന്നെ പിൻവലിക്കാനായിട്ട് ചില കസ്റ്റമേഴ്സ് ബാങ്കിനെ സമീപിക്കാറുണ്ട്. അത്തരം സിറ്റുവേഷനിൽ ദ ബാങ്കർ ആക്സെപ്റ്റ് സച്ച് എ റിക്വസ്റ്റ് റെസ്പോൺസിബിൾ ഒന്നല്ല എങ്കിൽ കൂടെ ബാങ്കർ എന്ത് ചെയ്യാറുണ്ട്, അത്തരത്തിലുള്ള റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും മേക്ക് പേയ്മെൻറ്റ് ഓൺ ദ എമൗണ്ട് ബിഫോർ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി, മാത്രമല്ല കാലാവധി എത്തുന്നതിന് മുൻപ് തന്നെ എമൗണ്ട് പിൻവലിക്കാനുള്ള റൈറ്റ് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. But rate of interest is reduced as per the instructions of the RBI. The banker may also grant a loan to the depositor and the security of the fixed deposit receipt, usually the interest charged by the banks. Such a loan, then അവിടെ സാധാരണ രീതിയിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൊണ്ട് വളരെ ചെറിയ രീതിയിലോ അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാതെയോ ഫുൾ എമൗണ്ട് പിൻവലിക്കാനായിട്ട് കസ്റ്റമറെ അനുവദിക്കാറുണ്ട്. യൂഷ്വലി ദ ഇൻട്രസ്റ്റ് ചാർജ് ബൈ ദ ബാങ്ക്സ് സച്ച് അതർവൈസ് ബാങ്കുകൾ എന്ത് ചെയ്യാറുണ്ട്, അത്രയും ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് സെക്യൂരിറ്റി ആയിട്ട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ലോൺ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ 2% ഇൻക്രീസ് ആണ് ഇത് കൊടുക്കുക. അതായത് ഒരു 7% ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റിന് ബാങ്കുകൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ അതിൻ്റെ 2% കൂടുതലായിട്ടാണ് ആ സെക്യൂരിറ്റിയുമ്പോൾ തന്നെ എന്ത് പ്രൊവൈഡ് ചെയ്യാറുള്ളത്, ലോൺ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ 9% ആണെങ്കിൽ 2% ഇൻക്രീസ് റേറ്റോട് കൂടിയിട്ടാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുക. Duly discharged by the depositor has to be surrendered to the bank. According to the directions of the RBI, the banks can grant a loan up to 75% of the deposit. And the next one is a fixed deposit receipt, that is FDR, is not a negotiable instrument. The word not negotiable are written on it. However, a FDR can be assigned to another person. Then അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, ദറ്റ് ഈസ് എ ഫിക്സഡ് ഡെപ്പോസിറ്റ് റിസീറ്റ് ഈസ് നോട്ട് എ നെഗോഷ്യബിൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഫിക്സഡ് ഡെപ്പോസിറ്റ് റിസീപ്റ്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ട് നോട്ട് നെഗോഷ്യബിൾ, കൈമാറ്റം ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുന്നതാണ് നോട്ട് നെഗോഷ്യബിൾ. ചെക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, അതിങ്ങനെ കൈമാറി പോകാറുണ്ട്. അപ്പോൾ ഏതൊക്കെ നെഗോഷ്യബിൾ, നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മുടെ അതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നതാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്, ഇതൊക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ഹെഡിൽ വരിക. ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താ, എനിക്ക് വേണമെങ്കിൽ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം, എനിക്ക് കിട്ടാനുള്ള 1,00,000 രൂപ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ദെൻ അയാൾക്ക് വേണമെങ്കിൽ വേറൊരാൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്താം. ഇങ്ങനെ കൈമാറ്റം ചെയ്ത് പോകാൻ പറ്റാവുന്ന ഇൻസ്ട്രുമെൻറ്റ്സിനെയാണ് നമ്മൾ എന്താ പറയുക, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയാം. ഒരു FDR എന്ന് പറയുന്നത്, ഫിക്സഡ് ഡെപ്പോസിറ്റ് റിസീറ്റ് എന്ന് പറയുന്നത് നോട്ട് നെഗോഷ്യബിൾ ആണ്, ഇങ്ങനെ കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഹവർ എന്നിരുന്നാലും FDR ക്യാൻ ബി അസൈൻഡ് ടു അനദർ പേഴ്സൺ, നമുക്ക് വേണമെങ്കിൽ വേറൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട്, നമ്മുടെ പേരിലുള്ള ഡെപ്പോസിറ്റ് വേറൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓഫൺ
fixed deposit are received in joint names. In that case, on maturity, the payment should be made to joint and surviving depositors together with the legal representative of the deceased person. ഇനി ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്താ ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ രണ്ട് പേരുടെ പേരിലും കൂടിയിട്ടാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അത് തിരിച്ചെടുക്കാനായിട്ട് രണ്ട് പേരുടെയും സമ്മതം ആവശ്യമാണ്, അവരുടെ സിഗ്നേച്ചർ ആവശ്യമാണ്. അല്ലാത്ത പക്ഷം ഒരു ഡിസീസ്ഡ് പേഴ്സൺ അതിലാരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലീഗലായിട്ട് വരുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് അയാളുടെ റിലേറ്റീവ്സോ അയാൾ അസൈൻ ചെയ്യുന്ന നോമിനേറ്റ് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും അത് വിഡ്രോ ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ടായിരിക്കുക. സർവൈവിംഗ് ഡെപ്പോസിറ്റേഴ്സ് ടുഗദർ വിത്ത് ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഡിസീസ്ഡ് ഇൻ കേസ് ദ ജോയിൻറ്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഈസ് ഓപ്പറേറ്റഡ് ബൈ ദ ഐദർ ഓർ സർവൈവർ. The bank shall make payment on maturity to any of the joint account holders to the survivor in the event of the death of any of the joint depositors. തീർച്ചയായിട്ടും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ജോയിൻ്റ് ആയിട്ടാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, അത് പിൻവലിക്കണമെങ്കിലും ജോയിൻറ്റ് കൺസിഡറേഷനോട് കൂടി ജോയിൻ്റ് ആയിട്ടുള്ള കൺസെൻറ്റോട് കൂടി മാത്രമേ നമുക്കത് പിൻവലിക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ അതേപോലെ തന്നെ അതിലാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് പ്രതിനിധികൾ കൂടി ചേർന്നുകൊണ്ട് ബാക്കിയുള്ള പാർട്ട്നേഴ്സും കൂടെ ചേർന്നുകൊണ്ട് മാത്രമേ നമുക്കത് പിൻവലിക്കാനായിട്ട് സാധിക്കുള്ളൂ. Sometimes the depositors report to the bank about the loss of theft of FDR and request to issue a duplicate FDR. The banker should take the following steps in this connection. ഇനി ഏതെങ്കിലും കാരണവശാലേ നമുക്ക് ഈ FDR നഷ്ടപ്പെടുകയാണെങ്കിൽ, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റ് നഷ്ടപ്പെടുന്ന പക്ഷം ഒബ്റ്റെയിൻ എ ലെറ്റർ സൈൻഡ് ബൈ ദ ഡെപ്പോസിറ്റർ. നമ്മൾ ആരെ സമീപിക്കാവുന്നതാണ്? ബാങ്കിനെ സമീപിച്ചുകൊണ്ട് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ്. ദെൻ അവിടെ ഒബ്റ്റെയിൻ എ ലെറ്റർ സൈൻഡ് ബൈ ദ ഡെപ്പോസിറ്റർ ഓർ ഡെപ്പോസിറ്റേഴ്സ്. സെക്കൻഡ് പോയിന്റ് ഈസ് obtain a duly stamped letter of indemnity from the depositor or depositors. ഇനി അതല്ലെങ്കിൽ obtain duly stamped letter of indemnity, അതായത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാമ്പ്ഡ് ലെറ്റർ ആവശ്യമാണ്. Record in the fixed deposit register of the bank that the original FDR is missing and the duplicate FDR is issued. പക്ഷേ അതേസമയം തന്നെ ബാങ്ക് റെക്കോർഡ്സിലെ ഒറിജിനൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് നഷ്ടപ്പെട്ടു എന്നും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് FDR ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്നും വ്യക്തമായിട്ട് ബാങ്ക് ഡോക്യുമെൻറ്റിൽ എഴുതിയിരിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്? ഫിക്സഡ് ഡെപ്പോസിറ്റിന് എന്തെന്നുള്ള പേരിലാണ് അറിയപ്പെടുക? ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നു. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ്? ദെൻ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ദെൻ ലാസ്റ്റ് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഓപ്പണിംഗ് ഓഫ് എ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. എങ്ങനെയായിരിക്കും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആരംഭിക്കുക? To open a fixed deposit account, a depositor shall fill in the application form showing the name, address of the depositor, the name and address of the nominee, if any, the amount, the period, specimen signatures, etc. In the case of deposit in joint names, the bank takes instructions regarding repayment of money on the maturity of the deposit. Then the banker issues a fixed deposit receipt to the depositor showing all the details including rate of interest payable and the rate of maturity of deposit. കണ്ടോ, അവിടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയർ അത് ആരംഭിക്കാനുള്ള ഓപ്പണിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി അതെന്താണ്, വളരെ സിമ്പിൾ പ്രൊസീജിയേഴ്സാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആരംഭിക്കാനായിട്ട്. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആരംഭിക്കുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഒരു അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കണം. ആ അപ്ലിക്കേഷൻ ഫോമിൽ ആരാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ ആരെയാണ് നോമിനി ആയിട്ട് വെക്കേണ്ടതെന്നും ഒക്കെ വ്യക്തമായിട്ട് കാണിച്ചിരിക്കും. പിന്നെ അതുപോലെ തന്നെ എത്രയാണ് അതിൻ്റെ ഫിക്സഡ് പീരീഡ്, എത്ര കാലയളവിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ദെൻ സ്പെസിമെൻ സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അപ്ലിക്കേഷൻ ഫോമാണ് ഡെപ്പോസിറ്റർ ഫിൽ ചെയ്ത് എമൗണ്ട് സഹിതം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ജോയിൻറ്റ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ജോയിൻറ്റ് നെയിംസിലാണെങ്കിൽ ബാങ്ക് ടേക്സ് ഇൻസ്ട്രക്ഷൻസ് റിഗാർഡിംഗ് റീപേയ്മെൻറ്റ് ഓഫ് മണി ഓൺ ദ മെച്യൂരിറ്റി ഓഫ് ദ ഡെപ്പോസിറ്റ്. അതൊരു ജോയിൻ്റ് ആയിട്ടാണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതെങ്കിൽ ചില കണ്ടീഷൻസ് ബാങ്കിനെ അറിയിക്കാനുണ്ടായിരിക്കും. ആ ബാങ്കർ അതാരെ അറിയിച്ചിരിക്കും? ആ മെച്യൂരിറ്റി പീരീഡിൽ ഇതിൻ്റെ റിട്ടേൺ അതെങ്ങനെയാണ് തിരിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കും. ദെൻ ദ ബാങ്കർ ഇഷ്യൂസ് എ ഫിക്സഡ് ഡെപ്പോസിറ്റ് റിസീപ്റ്റ് ടു ദ ഡെപ്പോസിറ്റർ ഷോയിങ് ഓൾ ദ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ആൻഡ് ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഓഫ് ഡെപ്പോസിറ്റ്.
ഇത്രയും കാര്യങ്ങളാണ് ഏതിനെക്കുറിച്ച് പറയാനുള്ളത്, ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അതിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇത് ഇത്രയും ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കർ എന്ത് ചെയ്യും, ഫിക്സഡ് ഡെപ്പോസിറ്റ് റിസിപ്റ്റ് പ്രൊവൈഡ് ചെയ്യും. FDR ആണ് കൊടുക്കുക, റിസിപ്റ്റ് ഡെപ്പോസിറ്റ് ഷോയിങ് ഓൾ ദ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ആൻഡ് ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഓഫ് ഡെപ്പോസിറ്റ്. ഇത് ഏതാണ് അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്നും എത്ര കാലയളവിലേക്കാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതും എത്രയാണ് എമൗണ്ട് എന്നും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു FDR ഫിക്സഡ് ഡെപ്പോസിറ്റ് റിസിപ്റ്റ് ബാങ്കർ ആർക്ക് പ്രൊവൈഡ് ചെയ്യും, കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതെങ്ങനെയാണ് എന്ത് ചെയ്യുക, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആരംഭിക്കുക. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഓർ ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റ്. റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ്. റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താ? റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ആവർത്തന നിക്ഷേപങ്ങൾ. റിക്കറിംഗ് ഡെപ്പോസിറ്റ് നമ്മൾ എന്താ പറയുക, ആവർത്തന നിക്ഷേപങ്ങൾ എന്നുള്ള പേരിലാണ്. ദ സ്കീം ഓഫ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്കീം ഈസ് ടു ഡെവലപ്പ് എ ഹാബിറ്റ് ഓഫ് റെഗുലർ സേവിങ്സ്. എ ഡെപ്പോസിറ്റർ ക്യാൻ റിമിറ്റ് എ ഫിക്സഡ് എമൗണ്ട് every month for a specific period. After a specified period, a lump sum including interest is repaid to the depositor. The rate of interest is usually almost equal to the fixed deposit. അവിടെ പറയുന്നത് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ്. റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്കീം ഇസ് ടു ഡെവലപ്പ് എ ഹാബിറ്റ് ഓഫ് റെഗുലർ സേവിങ്സ്. ജനങ്ങളുടെ ഇടയിലെ സമ്പാദ്യശീലം വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിക്കുന്ന ഡെപ്പോസിറ്റ്സിനെയാണ് നമ്മളെന്ത് പറയുക, ആവർത്തന നിക്ഷേപങ്ങൾ എന്ന് പറയുക. അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് മന്ത്ലി ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ആരെ അനുവദിക്കുകയാണ് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിന് അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ദി സ്പെസിഫൈഡ് പീരീഡ്, അങ്ങനെ ഒരു ഫിക്സഡ് പീരീഡ് പറഞ്ഞിരിക്കും, ഒരു 5 വർഷമോ അങ്ങനെ ഫിക്സഡ് പീരീഡ് പറഞ്ഞിരിക്കും. ആ ഫിക്സഡ് പീരീഡ് വരെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ആ ഫിക്സഡ് പീരീഡ് കഴിഞ്ഞാൽ ആ മുഴുവൻ തുകയ്ക്കും അവിടെ എന്ത് ചെയ്യാണ്, അത്രയും ആ എമൗണ്ട് മുഴുവനായിട്ടും അവിടെ എന്ത് ചെയ്യാണ്, ലംസം ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ഈസ് പേയ്ഡ് ടു ദ ഡെപ്പോസിറ്റർ. അത് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് എന്ത് ചെയ്യും, 5 വർഷം തുടർച്ചയായിട്ട് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഇൻട്രസ്റ്റോടുകൂടി ആ ഡെപ്പോസിറ്റർക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ദെൻ അവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് യൂഷ്വലി ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ ഫിക്സഡ് ഡെപ്പോസിറ്റ്. സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് കൊടുക്കേണ്ട അതേ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് ഇതിന് പ്രൊവൈഡ് ചെയ്യാറുള്ളത്, റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾക്ക് വേണ്ടിയിട്ടും പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ദെൻ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ്? ഇങ്ങനെയുള്ള റിക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ അനിവാര്യത, അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ള റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് എൻകറേജ്മെൻറ്റ് ഓഫ് സേവിങ്സ്. സേവിങ് ഹാബിറ്റ് എൻകറേജ് ചെയ്യുക, സേവിങ് ഹാബിറ്റ് മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദിസ് ഈസ് ദ ബെസ്റ്റ് സ്യൂട്ടഡ് ടു റെഗുലർ ഇൻകം ഏണേഴ്സ് who expect a high rate of interest. This is a compulsory saving scheme because a person who has opened a recurrent deposit is compelled to make a monthly payment. Encouragement of savings. എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളുടെ സേവിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു അക്കൗണ്ടാണ് ഏത്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എൻകറേജ്മെൻറ്റ് ഓഫ് സേവിങ്സ്, സേവിങ് ഹാബിറ്റ് എൻകറേജ് ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ ഈസ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് യൂഷ്വലി ഗിവൺ ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് അവൈലബിൾ ഓൺ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഏതുപോലെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുക, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് കൊടുക്കുന്ന അതേ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് ഇതിനും പ്രൊവൈഡ് ചെയ്യുന്നത്, റിക്കറിംഗ് ആവർത്തന നിക്ഷേപങ്ങൾക്കും റിക്കറിംഗ് ഡെപ്പോസിറ്റിനും പ്രൊവൈഡ് ചെയ്യുന്നത്. Then third one is fund for investment. The regular monthly savings will accumulate to a lump sum which can be used by the depositor for long-term investment. Fund for investment അല്ലേ, the regular monthly savings will accumulate to a lump sum which can be used by the depositor for long-term investment. അതായത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ റെഗുലർ മന്ത്ലി സേവിങ്സ് വിൽ അക്യുമുലേറ്റ്, അതായത് റെഗുലറായിട്ട് ഒരു മന്ത്ലി സേവിങ്സ് അത് പിന്നീട് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സെക്യൂരിറ്റി ഫോർ ലോൺ 75 to 80% ഓഫ് ദ ഡെപ്പോസിറ്റീസ് $75 and 80% of the deposit is sanctioned as a loan to depositor in case of emergency.
എമർജൻസി സിറ്റുവേഷനിൽ എത്ര വരെ ആവാം? 75 to 80% of the deposit is sanctioned as a loan to depositor in case of emergency. എമർജൻസി സിറ്റുവേഷനിലൊക്കെ 75% മുതൽ 80% വരെ ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കൊളാക്ടറൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചുകൊണ്ട് ബാങ്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ദെൻ ഓപ്പണിംഗ് ഓഫ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. എങ്ങനെയാണ് ആവർത്തന നിക്ഷേപങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. The procedure for opening recurring deposit is similar to savings bank account. All banks have printed application forms showing the details like name and address, monthly deposit, period for which the money is paid, the name of the nominee, etc. The bank issues a passbook to record the monthly deposit, cumulative values, etc. പിന്നെ പറയുന്നത് the procedure for opening recurring deposit is similar to savings bank account. ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്ന പോലെ തന്നെയുള്ള പ്രൊസീജിയേഴ്സാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ ആരംഭിക്കാനായിട്ട് വേണ്ടത്. ഓൾ ബാങ്ക്സ് ഹാവ് പ്രിൻറ്റഡ് അപ്ലിക്കേഷൻ ഫോം. ഒരു പ്രിൻറ്റഡ് അപ്ലിക്കേഷൻ ഫോമുകൾ ഓൾ ബാങ്ക്സ് ഹാവ് പ്രിൻറ്റഡ് അപ്ലിക്കേഷൻ ഫോംസ് ഷോയിങ് ദ ഡീറ്റെയിൽസ് ലൈക്ക് നെയിം ആൻഡ് അഡ്രസ്, monthly deposits, period for which the money is paid, the name of the nominee, etc. The bank issue a passbook to record a monthly deposit, cumulative values, etc. ബാങ്ക് ഇഷ്യൂ പാസ്ബുക്ക് ടു റെക്കോർഡ് ദ മന്ത്ലി ഡെപ്പോസിറ്റ്. ദെൻ അത്തരം സിറ്റുവേഷനിലെ ബാങ്കർ ഒരു മന്ത്ലി ഡെപ്പോസിറ്റ് പാസ്ബുക്ക് ആയിരിക്കും ആർക്ക് പ്രൊവൈഡ് ചെയ്യുക? ഒരു കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യാം. ദെൻ ക്യുമുലേറ്റീവ് അതെന്ത് ചെയ്യണം? ഓരോ മാസവും അതിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? എത്ര രൂപയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അതിൽ ഡെപ്പോസിറ്റ് അതിൽ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യാം. ദെൻ അവിടെ ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക് എന്താണ്? റിക്കറിംഗ് ഡെപ്പോസിറ്റ്. അപ്പോൾ അത്രയാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ആദ്യം പറഞ്ഞു ഫിക്സഡ് ഡെപ്പോസിറ്റ്, സെക്കൻഡ് വൺ ഈസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഡെപ്പോസിറ്റ് സ്കീംസ് ഫോർ ഇന്ത്യൻ എബ്രോഡ്. ഡെപ്പോസിറ്റ് സ്കീംസ് ഫോർ ഇന്ത്യൻ എബ്രോഡ്, അതായത് വിദേശത്തുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട് ആരംഭിക്കുക എന്നുള്ളതാണ്. Deposit scheme for Indian abroad. In order to mobilize savings of a large number of Indian living and working to foreign countries, various deposit schemes are arranged by banks. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ പ്രവാസികൾക്ക് വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള അക്കൗണ്ടുകളാണ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. ദീസ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് ക്യാൻ ബി മെയിൻറ്റെയിൻ വിത്ത് ബാങ്ക്സ് വിത്ത് ഓതറൈസ്ഡ് ഡീലേഴ്സ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ഓർ വിച്ച് ആർ സ്പെഷ്യലി ഓതറൈസ്ഡ് ഇൻ ബിഹാഫ് ഓഫ് ദി RBI. ഒരു എന്താ പറയുക, ഒരു പരമാവധി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സുകൾ ആരംഭിക്കുന്നുണ്ട്. ദെൻ അതിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ദ ഡെപ്പോസിറ്റ് ആർ 2 ടൈപ്സ്, അതായത് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യൻ നാഷണൽസ് ഓർ ഇന്ത്യൻ അബ്രോഡ്. ഇന്ത്യൻ നാഷണൽസ് അബ്രോഡ്, അതായത് ഇന്ത്യയിലുള്ള ആളുകൾക്ക് അബ്രോഡിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യതകളെക്കുറിച്ചും അല്ലെങ്കിൽ അവർക്ക് ആരംഭിക്കാവുന്ന അക്കൗണ്ടുകളെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. ദെൻ അതിൽ 2 തരത്തിലാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ ഈസ് റുപ്പി അക്കൗണ്ട്, സെക്കൻഡ് വൺ ഈസ് ഫോറിൻ കറൻസി അക്കൗണ്ട്. ആദ്യത്തെ നമ്മൾ പറഞ്ഞു റുപ്പി അക്കൗണ്ടും സെക്കൻഡ് വൺ പറയുന്നത് ഫോറിൻ കറൻസി അക്കൗണ്ടുകളെ കുറിച്ചാണ് പറയുന്നത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് റുപ്പി അക്കൗണ്ട്. നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ക്യാൻ ഓപ്പൺ 3 ടൈപ്പ് ഓഫ് റുപ്പി അക്കൗണ്ട്. നോൺ റെസിഡൻസ് ഇന്ത്യൻ, നോൺ NRI, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ക്യാൻ ഓപ്പൺ 3 ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. 3 തരത്തിലുള്ള അക്കൗണ്ടുകളാണ് ആരംഭിക്കാറുള്ളത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ordinary non-resident rupee account, that is NR account. Ordinary non-resident rupee account, that is NR account. Second one is non-resident external account, that is NRE account. And third one is non-resident non-repatriable റീപാട്രിയബിൾ റുപ്പി ഡെപ്പോസിറ്റ് സ്കീം NR അക്കൗണ്ട്. ഈ 3 തരത്തിലുള്ള അക്കൗണ്ടുകളാണ് റുപ്പി അക്കൗണ്ട് എന്നുള്ള പേരിൽ അനുവദിക്കാവുന്നത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് അക്കൗണ്ട്. ദെൻ അതിലെ ഓർഡിനറി നോൺ റെസിഡൻറ്റ് റുപ്പി അക്കൗണ്ട്, ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് ആൻ അക്കൗണ്ട് ഓപ്പൺ ബൈ എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യൻ ടു വിച്ച് ദ ലോക്കൽ ഫണ്ട്സ് ആർ ക്രെഡിറ്റർ. അതായത് വിദേശത്തുള്ള ഒരാൾക്ക് NR അക്കൗണ്ട് ആരംഭിക്കാം. അതായത് നമ്മുടെ നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ചില ഫണ്ടുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടെങ്കിൽ വിദേശ രാജ്യത്ത് ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലോക്കലായിട്ട് ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു അക്കൗണ്ട് ആരംഭിക്കാം. ദറ്റ് ഈസ് കോൾഡ് ആസ് നോൺ റെസിഡൻറ്റ് റുപ്പി അക്കൗണ്ട്. നോൺ റെസിഡൻ്റ് ആണ്, പക്ഷെ അദ്ദേഹത്തിന് തന്നെ ഒരു റുപ്പി അക്കൗണ്ട് നാട്ടിൽ ആരംഭിക്കാനായിട്ട് സാധിക്കും. These accounts can be in the form of savings bank account,
current account or fixed deposit account. These funds do not qualify for remittance outside India. അവിടെ പറയുന്നത് അത് ലോക്കൽ റെമിറ്റൻസിന് വേണ്ടിയിട്ട് നോൺ റെസിഡൻസിന് വേണ്ടി ആരംഭിക്കാവുന്ന അക്കൗണ്ട്. അപ്പോൾ അയാൾ വിദേശത്താണെങ്കിൽ കൂടെ അദ്ദേഹത്തിൻ്റെ പേരിൽ നാട്ടിൽ എന്ത് ആരംഭിക്കാനായിട്ട് സാധിക്കുന്നു? ഒരു സേവിങ്സ് അക്കൗണ്ട് ആരംഭിക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നാട്ടിലുള്ള എന്തെങ്കിലും പൈസകളൊക്കെ അതിൽ ക്രെഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ആ അക്കൗണ്ട് കൊടുക്കാനോ പൈസ അതിലേക്ക് ക്രെഡിറ്റ് ചെയ്യാനോ ലോക്കൽ ഫണ്ടുകൾ, അതായത് റുപ്പി അക്കൗണ്ട് മാത്രം അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ സാധിക്കുന്ന രീതിയിലുള്ള അക്കൗണ്ടിനെയാണ് നമ്മൾ എന്താ പറയുക, NR അക്കൗണ്ട് എന്ന് പറയുന്നത്. Then second one is non-resident external account, NRE account. NRE account ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള അക്കൗണ്ട് എന്ന് പറയുന്നത് NRE അക്കൗണ്ട് ആണ്. ഇന്ത്യൻ നാഷണൽസ് ഹു ആർ നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ക്യാൻ ഓപ്പൺ സേവിങ്സ് കറണ്ട് ഓർ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇൻ ഇന്ത്യ. Then in this scheme, the unit of accounts in Indian rupee, the principal amount on maturity and the interest derived from the account can be transferred to countries outside India. Interest on such a deposit is not subject to income tax. അതായത് ഇന്ത്യൻ നാഷണൽസ് ഹു ആർ നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ക്യാൻ ഓപ്പൺ സേവിങ്സ് അക്കൗണ്ട്. വിദേശത്തുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഒരു അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ആവാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആവാം, അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ആവാം. ഇതെല്ലാം ആരംഭിക്കാവുന്നതാണ്. Then in this scheme, the unit of account in Indian rupee, the principal amount on maturity and the interest derived from the account can be transferred to countries outside in India. Interest പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ സച്ച് ഡെപ്പോസിറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റ് ടു ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വരുന്നില്ല. Then third one is non-resident or non-repatriable rupee deposit scheme, NR account. Under this scheme, all non-residents including foreign citizens of India origin can open account in Indian rupee from abroad by remitting the money in freely convertible to foreign exchange. On maturity, the principal amount of deposit will not qualify for repatriation, cannot be taken to countries outside India. However, ഇവിടെ under this scheme, all non-resident including foreign citizenship എടുത്തിട്ടുള്ള ആളുകൾ ആരംഭിക്കുന്ന ഒരു അക്കൗണ്ടാണ് അവിടെ NR അക്കൗണ്ട് എന്ന് പറയുന്നത്. Accounts in India rupee for abroad by remitting the money in freely convertible in foreign exchange. ഫോറിൻ എക്സ്ചേഞ്ച് മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു അക്കൗണ്ടാണ് ഇത് NR അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് കാറ്റഗറിയിൽ പറയുന്നത് ഫോറിൻ കറൻസി അക്കൗണ്ടാണ്. ഫോറിൻ കറൻസി അക്കൗണ്ടിലെ according to foreign currency non-resident scheme 1993, deposit of 6 months can above up to 3 years are permitted to accepted by the bank for foreign currencies. ഇനി ഫോറിൻ കറൻസി അക്കൗണ്ട് ഉണ്ട്. ഫോറിൻ കറൻസീസ് ഡെപ്പോസിറ്റ് ചെയ്യാവുന്ന അക്കൗണ്ട്സ് ആണ്. ദാറ്റ് ഈസ് $, പൗണ്ട്, സ്റ്റേർലിംഗ്, എക്സെട്ര, ഓർ ജപ്പാനീസ് yen, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്ന കറൻസി അല്ലെങ്കിൽ ഇതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള അക്കൗണ്ടുകൾ ആരംഭിക്കാം. ഒന്ന് റുപ്പി അക്കൗണ്ടും ഒന്ന് ഫോറിൻ കറൻസി അക്കൗണ്ടും. ഫോറിൻ കറൻസികൾ നിക്ഷേപിക്കുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ കറൻസി എന്ന് പറയുന്നതാണ് റുപ്പി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫോറിൻ കറൻസീസ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള അക്കൗണ്ടുകളുണ്ട്. ഇങ്ങനെ രണ്ട് തരത്തിലും പ്രവാസികൾക്ക് എന്ത് ആരംഭിക്കാവുന്നതാണ്? അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഏതാ? ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്. പിന്നെ ഫോറിൻ അവിടെ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ അബ്രോഡ്, അത് ഡെപ്പോസിറ്റ് സ്കീം ഫോർ ഇന്ത്യൻ അബ്രോഡ്, വിദേശികൾക്ക് വേണ്ടി നമ്മൾ വിദേശത്തുള്ളവർക്ക് വേണ്ടി നമ്മൾ ആരംഭിച്ചിരിക്കുന്ന അക്കൗണ്ടുകളെയാണ് ഇവിടെ നമ്മൾ എന്തെന്നുള്ള ഫോറിൻ കറൻസി അക്കൗണ്ട്സ് എന്നുള്ള ഹെഡിൽ തരംതിരിച്ചിരിക്കുന്നത്. ദെൻ അതിൽ റുപ്പി അക്കൗണ്ട്സ് ആവാം, ഫോറിൻ കറൻസി അക്കൗണ്ട്സ് ആവാം. റുപ്പി അക്കൗണ്ടിൽ NR അക്കൗണ്ട്, NRE അക്കൗണ്ട്, NRE അക്കൗണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫോറിൻ കറൻസികൾ നിക്ഷേപിക്കാനുള്ള ഫോറിൻ കറൻസി അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് അവർ ടോപ്പിക്, ദെൻ ലാസ്റ്റ് ടോപ്പിക് ഈസ് ക്ലോസിംഗ് ഓഫ് എ ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് എങ്ങനെയാണ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുക? Closing of a bank account means the termination of the relationship between the banker of the customer. ദെൻ അവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ച് അത് അവസാനിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ്, അതിൻ്റെ ടെർമിനേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലോസിംഗ് ഓഫ് എ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ക്ലോസിംഗ് ഓഫ് എ ബാങ്ക് അക്കൗണ്ട് മീൻസ് ടെർമിനേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബാങ്കർ ആൻഡ് കസ്റ്റമർ. ഒരു ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ടെർമിനേഷനെയാണ് ക്ലോസിംഗ് ഓഫ് എ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് നോട്ടീസ് ബൈ കസ്റ്റമർ,
കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം. നോട്ടീസ് ബൈ ബാങ്കർ, ബാങ്കറുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം. നോൺ ഓപ്പറേറ്റിംഗ് അക്കൗണ്ട്, അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യാത്ത പക്ഷം അത് ക്ലോസ് ചെയ്യാം. ഡെത്ത് ഓഫ് എ കസ്റ്റമർ, ഒരു കസ്റ്റമർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ദെൻ ഇൻസാനിറ്റി ഓഫ് എ കസ്റ്റമർ, ഇൻസാനിറ്റി ചിത്തഭ്രമം, ഓർമ്മയില്ലാതൊക്കെ ആവാം. ദെൻ ഇൻസോൾവൻസി ഓഫ് എ കസ്റ്റമർ പാപ്പരാവുന്ന പക്ഷം. ഗാർണിഷി ഓർഡർ, അതായത് കോർട്ട് ഓർഡർ നിലവിൽ വരുന്ന പക്ഷം. നോട്ടീസ് ഓഫ് അസൈൻമെൻറ്റ്, നമ്മൾ വേറെ ആർക്കെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കുന്ന പക്ഷം. ആൻഡ് ഇൻസോൾവൻസി ഓഫ് ദ ബാങ്കർ, ബാങ്കറുടെ ഇൻസോൾവൻസി. ദീസ് ആർ ദി റീസൺസ് ഫോർ ക്ലോസിങ് എ ബാങ്ക് അക്കൗണ്ട്. ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ ഒരു ബാങ്കർക്ക് കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്, ഒരു ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് ക്ലോസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ക്ലോസിങ് ഓഫ് എ ബാങ്ക് അക്കൗണ്ട് മീൻസ് ദ ടെർമിനേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബാങ്കർ ആൻഡ് കസ്റ്റമർ. ഒരു ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ടെർമിനേഷനെയാണ് നമ്മൾ എന്താ പറയുക, ക്ലോസിങ് ഓഫ് എ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. എ കസ്റ്റമേഴ്സ് അക്കൗണ്ട് വിത്ത് എ ബാങ്കർ മേ ക്ലോസ്ഡ് ഇൻ ദ ഫോളോയിങ് സർക്കിൾ. ഏതൊക്കെ സിറ്റുവേഷനാണ്? ദാറ്റ് ഈസ് നോട്ടീസ് ബൈ ദ കസ്റ്റമർ, നോട്ടീസ് ബൈ ബാങ്കർ, നോൺ ഓപ്പറേറ്റിംഗ് അക്കൗണ്ട്, ഡെത്ത് ഓഫ് എ കസ്റ്റമർ, insanity of the customer, insolvency of the customer, garnishee order, notice of assignment, insolvency of the banker. അവിടെ നോട്ടീസ് ബൈ കസ്റ്റമറൊക്കെ ഏത് സിറ്റുവേഷനാണെന്ന് പറയാം. വെൻ എ കസ്റ്റമർ ഡയറക്റ്റ് ദ ബാങ്കർ ബൈ വേ ഓഫ് നോട്ടീസ് his intention to close the account, the banker is bound to comply with such direction. The account must be closed immediately and the amount available to the credit of the customer should be returned to the customer. The customer is required to surrender the unused check if any. കസ്റ്റമർ ആവശ്യപ്പെടുന്ന പക്ഷം കസ്റ്റമറുടെ നോട്ടീസ് പ്രകാരം അദ്ദേഹത്തിന് കസ്റ്റമർക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാവുന്നതാണ്. ദെൻ അങ്ങനെ പറയുക, കസ്റ്റമർ ആവശ്യപ്പെടുന്ന പക്ഷം ബാങ്കർക്ക് എന്തിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദ അക്കൗണ്ട് മസ്റ്റ് ബി ക്ലോസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ദ എമൗണ്ട് അവൈലബിൾ ടു ദ ക്രെഡിറ്റ് ഓഫ് ദ കസ്റ്റമർ ഷുഡ് ബി റിട്ടേൺ ടു ദ കസ്റ്റമർ. അതിൻ്റെ ബാലൻസ് എമൗണ്ട് ആർക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നു, കസ്റ്റമർക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നു. ദ കസ്റ്റമർ ഈസ് റിക്വയർഡ് ടു സറണ്ടർ ദ അൺയൂസ്ഡ് ചെക്ക് ഇഫ് എനി. മാത്രമല്ല യൂസ് ചെയ്യാത്ത ചെക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കസ്റ്റമർക്ക് അത് എന്ത് ചെയ്യാവുന്നതാണ്, ബാങ്കിൽ സറണ്ടർ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് വൺ ഈസ് നോട്ടീസ് ബൈ ബാങ്കർ. നോട്ടീസ് ബൈ ബാങ്കർ എന്ന് പറയുന്നതിൽ ഇഫ് ദ ബാങ്കർ കൺസിഡേഴ്സ് ദാറ്റ് പർട്ടിക്കുലർ കസ്റ്റമർ ഈസ് അൺഡിസൈറബിൾ, ദ ബാങ്ക് മേ ഗീവ് നോട്ടീസ് ടു ദ കസ്റ്റമർ ഇൻഫോമിംഗ് ഹിം ടു ഇന്റൻഷൻ ടു ക്ലോസ് ഹിസ് അക്കൗണ്ട്. യൂഷ്വലി ബാങ്ക്സ് കൺസിഡർ എ കസ്റ്റമർ അൺഡിസൈറബിൾ ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റൻസസ്. കസ്റ്റമർ അൺഡിസൈറബിൾ ആവുമെന്ന് തോന്നുന്ന പക്ഷം ബാങ്കർക്ക് കസ്റ്റമറുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ആരെ ഇൻഫോം ചെയ്തതിന് ശേഷം, കസ്റ്റമറെ ഇൻഫോം ചെയ്തതിന് ശേഷം ടെർമിനേറ്റ് ചെയ്യാവുന്നതാണ്, റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ചെയ്യാവുന്നതാണ്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് ബാങ്കർ അത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഷ്യൂയിങ് ചെക്സ് ഫ്രീക്വൻലി വിത്തൗട്ട് സഫിഷ്യൻറ്റ് ബാലൻസ് ഇൻ ദ അക്കൗണ്ട് സഫിഷ്യൻറ്റ് ബാലൻസ് ഇല്ലാതെ പലപ്പോഴും പലർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ചെക്ക് ക്ലിയർ ചെയ്യാനായിട്ട് വരുന്ന പക്ഷം സഫിഷ്യൻറ്റ് ബാലൻസ് ഇല്ലാതെ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നതിനെതിരെ കസ്റ്റമറുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള നടപടികൾ ബാങ്കർക്ക് എടുക്കാവുന്നതാണ്. ദെൻ വയലേറ്റിംഗ് റൂൾസ് ഓഫ് ഓപ്പറേറ്റിംഗ് ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് തുടർന്ന് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമാവലികൾ വയലേറ്റ് ചെയ്യുന്ന പക്ഷം. ദെൻ തേർഡ് വൺ ഈസ് നോട്ട് പേയിങ് ബാക്ക് ദ ലോൺസ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ്. ലോണുകളോ ഓവർ ഡ്രാഫ്റ്റോ റീപേ ചെയ്യാതിരിക്കുന്ന പക്ഷം. യൂസിങ് ഫോർജ്ഡ് ചെക്ക് ഓർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ടു ട്രബിൾ ദ ബാങ്ക്. അതായത് തെറ്റായിട്ടുള്ള ചെക്കുകളോ തെറ്റായിട്ടുള്ള ബില്ലുകളോ ബാങ്കുകളെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ബാങ്കുകളെ ചതിക്കുക, വഞ്ചിക്കുക, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഫോർജ്ഡ് ചെക്കുകളൊക്കെ കൊടുത്തുകൊണ്ട് ബാങ്കുകളെ യൂസിങ് ഫോർജ്ഡ് ചെക്ക് ഫോർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ടു ട്രബിൾ ദ ബാങ്ക്, ബാങ്കിനെ ബുദ്ധിമുട്ടിക്കുന്ന പക്ഷം, ഇങ്ങനെയൊക്കെ കാണുന്ന പക്ഷം ബാങ്കർക്ക് വേണമെങ്കിൽ കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ക്ലോസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ബാങ്കറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണമെങ്കിൽ ആദ്യം ആരെ അറിയിച്ചിരിക്കണം, കസ്റ്റമറെ അറിയിച്ചുകൊണ്ട് തന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ട് തരത്തിലാണ് പറഞ്ഞത്, നോട്ടീസ് ബൈ കസ്റ്റമർ, ദെൻ സെക്കൻഡ് വൺ ഈസ് നോട്ടീസ് ബൈ ബാങ്കർ, ദെൻ തേർഡ് വൺ ഈസ് നോൺ ഓപ്പറേറ്റിംഗ് അക്കൗണ്ട്. നോൺ ഓപ്പറേറ്റിംഗ് അക്കൗണ്ടിലെ if an account is kept non-operating for a very long period, the banker may ask the customer to withdraw the money and close the account. If the customer could not be traced, the amount is transferable to unclaimed deposit account. അതായത് നോൺ ഓപ്പറേറ്റിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് ആരംഭിക്കാതെ, അതായത് കണ്ടിന്യൂ ചെയ്യാതെ ഓപ്പറേറ്റ് ചെയ്യാതെ കിടക്കുന്ന അക്കൗണ്ടുകളെയാണ് നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് അക്കൗണ്ട് എന്ന് പറയാം.
If an account is kept non-operating for a long period, the banker may ask the customer to withdraw the money and close the account. പണം പിൻവലിക്കാനായിട്ട് the customer to withdraw the money and close the account close ചെയ്യാനായിട്ട് ബാങ്കർക്ക് ആവശ്യപ്പെടാം. If the customer could not trace the amount is ട്രാൻസ്ഫറബിൾ ടു അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. നമ്മൾ കസ്റ്റമർ അതിൻ്റെ പിറകെ പോവാത്ത പക്ഷം നമ്മുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. പിന്നെ ഡെത്ത് ഓഫ് ദി കസ്റ്റമർ. ഒരു കസ്റ്റമർ മരണപ്പെടുന്ന പക്ഷം on receipt of the information of the death of a customer, the banker must stop the operations of the account. Any amount available in the account shall be given to the legal heirs or executor of the deceased person. On receipt of the information of the death of a customer, കസ്റ്റമർ മരണപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ബാങ്കർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദ ബാങ്കർ മസ്റ്റ് സ്റ്റോപ്പ് ദ ഓപ്പറേഷൻസ് ഓഫ് ദി അക്കൗണ്ട്. ബാങ്കർ അയാളുടെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കുകയും എനി എമൗണ്ട് അവൈലബിൾ ഇൻ ദ അക്കൗണ്ട് ഷാൾ ബി ഗിവൺ ടു ദ ലീഗൽ ഹയേഴ്സ് ഓർ എക്സിക്യൂട്ടേഴ്സ് ഓഫ് ദ ഡിസീസ്ഡ് പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എമൗണ്ടുകൾ അതിൻ്റെ ലീഗൽ ഹയേഴ്സിന് കൈമാറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ അക്കൗണ്ട് ഷാൾ ബി ഗിവൺ ടു ലീഗൽ ഹയേഴ്സ് ഓർ എക്സിക്യൂട്ടർ ഫോർ ദി ഡിസീസ്ഡ് പേഴ്സൺ. അവർക്കത് ഹാൻഡ് ഓവർ ചെയ്യും. Then next one is insanity of the customer. If the banker receives a notice regarding the insanity of the customer, he is bound to stop all payments from his account. അതായത് കസ്റ്റമർ ഇൻസാനിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ചിത്തഭ്രമം, അതായത് ഓർമ്മയില്ലായ്മ, ബുദ്ധിഭ്രമം എന്നൊക്കെ സംഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. ബാങ്കർക്ക് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കർ എന്ത് ചെയ്യുന്നു? ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാതെ അത് തടഞ്ഞു വയ്ക്കുകയാണ്, ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുക. ഇൻസോൾവൻസി ഓഫ് ദ കസ്റ്റമർ. വെൻ എ കസ്റ്റമർ ഈസ് adjudicated insolvency by court of law, the banker should close the account and transfer the amount available in the account to the official receiver. അതായത് കസ്റ്റമർക്ക് കോർട്ടിൽ നിന്ന് ഇൻസോൾവൻ്റ് ആണ് എന്ന് പറയുന്ന പക്ഷം അതിൽ വരുന്ന എമൗണ്ടുകൾ അവിടെ ക്ലോസ് ചെയ്യുകയും അതേസമയം അത് ആരാണ് ഒഫീഷ്യൽ റിസീവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസീവർക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. Then 7th point is garnishee order. Garnishee order is a court order issued to the bank to stop all payments from the account of a particular customer for the purpose of attaching the funds till the liability is cleared. When such a garnishee order is received, the banker shall immediately close the account. ഈ ഗാർണിഷി ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കറെ സംബന്ധിച്ചിടത്തോളം എന്ത് അവസാനിപ്പിക്കാവുന്നതാണ്? കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാവുന്നതാണ്. When the garnish order received, the banker shall immediately close the account. നോട്ടീസ് ഓഫ് അസൈൻമെൻറ്റ്. പിന്നെ വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നോട്ടീസ് ഓഫ് അസൈൻമെൻ്റ് ആണ്. വെൻ എ ബാങ്കർ റിസീവ്സ് നോട്ടീസ് ഓഫ് അസൈൻമെൻറ്റ് ഓഫ് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ അക്കൗണ്ട് ഓഫ് എ കസ്റ്റമർ ടു എ തേർഡ് പാർട്ടി, the account is automatically closed and the balance is transferred from the account. അതായത് കസ്റ്റമറുടെ അടുത്ത് നിന്ന് തന്നെ അക്കൗണ്ട് ഓഫ് എ കസ്റ്റമർ ടു എ തേർഡ് പാർട്ടി. ഇപ്പോൾ കസ്റ്റമർ ആവശ്യപ്പെടുന്ന പക്ഷം എൻ്റെ കയ്യിലുള്ള പൈസ ഇന്ന ആൾക്ക് ഓതറൈസ് ചെയ്യണു, ഈ അക്കൗണ്ട് വേറൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്ന ഒരു നോട്ടീസ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പക്ഷം ബാങ്കർ എന്ത് ചെയ്യാവുന്നതാണ്? ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ആ അക്കൗണ്ട് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റുകയും ഇതിലെ ക്രെഡിറ്റ് ബാലൻസ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. അത് അപ്പോൾ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ക്ലോസ് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് നോട്ടീസ് ഓഫ് അസൈൻമെൻറ്റ് നോട്ടീസ് കിട്ടിയതിന് ശേഷമാണ്. ദെൻ 9th point ഈസ് ഇൻസോൾവൻസി ഓഫ് എ ബാങ്കർ. ബാങ്കർ ഇൻസോൾവൻ്റ് ആവുന്ന പക്ഷം ദ അക്കൗണ്ട് ഓഫ് കസ്റ്റമർ ആർ ഓട്ടോമാറ്റിക് ക്ലോസ്ഡ് വെൻ ദ ബാങ്കർ ബിക്കം ഇൻസോൾവൻറ്റ്. ബാങ്കർ ഇൻസോൾവൻ്റ് ആവുന്ന പക്ഷം ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. The last point is change in the constitution of the institution. When the institutions undergo change in constitution like conversion of firm into a company, the account is immediately closed and the account is given the previous owners. അതായത് closed and the amount is given to the previous owners. ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ട് ആ ബാങ്ക് വേറെ ഏതെങ്കിലും ബാങ്കായിട്ട് മാറുകയോ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും പരിവർത്തനം സംഭവിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തുകൊണ്ട് റിയൽ ഓണേഴ്സിന് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടെയുണ്ട്. അതുകൂടെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ then അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഉണ്ട്, നമുക്ക് എപ്പോഴും ചോദിക്കാൻ, വാട്ട് ആർ ദി പ്രൊസീജിയർ ഫോർ ക്ലോസിംഗ് ഓഫ് എ ബാങ്ക് അക്കൗണ്ട്, വാട്ട് ആർ ദി സിറ്റുവേഷൻസ്
what are the circumstances for closing a bank account? ഒരു ബാങ്ക് അക്കൗണ്ട് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, നോട്ടീസ് ബൈ ദ കസ്റ്റമർ, ദെൻ നോട്ടീസ് ബൈ ബാങ്കർ, notice by the customer, notice by the banker, then non-operating account, then death of a customer, insanity of the customer, insolvency of a customer, then garnish order, notice of assignment, insolvency of the banker, and a change in the constitution of the institutions. Then conclusion, today's topic, then what are the different types of account? സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്. ദെൻ നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്താണ്, എങ്ങനെയാണത് ഓപ്പറേറ്റ് ചെയ്യുക, ഓപ്പണിങ് എ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, വാട്ട് ആർ ദി പ്രൊസീജിയർ ഫോർ ഓപ്പണിങ് എ റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരംഭിക്കുന്ന റുപ്പി അക്കൗണ്ടും ഫോറിൻ കറൻസി അക്കൗണ്ട്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ദെൻ ലാസ്റ്റ് ടോപ്പിക്, ക്ലോസിങ് ആൻ അക്കൗണ്ട്, എങ്ങനെയാണ് ഒരു കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബാങ്കർ ടെർമിനേറ്റ് ചെയ്യുക. ആ ടെർമിനേഷൻ പ്രൊസീജിയേഴ്സ് ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്. നോട്ടീസ് ബൈ ദ ബാങ്കർ, നോട്ടീസ് ബൈ ദ കസ്റ്റമർ, നോൺ ഓപ്പറേറ്റിംഗ് അക്കൗണ്ട്, insanity of the customer, insolvency of the customer, then garnish order, notice of assignment, insolvency of the banker, and a change in the constitution of the institution. These are the circumstances to closing the ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ നന്നായിട്ട് വായിച്ചു നോക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ആൾ.